ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോളേജ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നോക്കുന്നത്. ആർക്കൊക്കെയാണ് ഇത് പോസിബിൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പർട്ടിക്കുലറായിട്ട് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്നത് KTUവിൻ്റെ ഒഫീഷ്യൽ കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മറ്റ് പല ബ്രാഞ്ചുകാരുണ്ട്, നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റികളുണ്ട്, അവരെല്ലാവരും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി KTU അല്ല എങ്കിൽ ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റുമായിട്ട് വരാം. സോ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, ഇതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കോമൺ ആയിരിക്കും. KTUക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളോട് കൂടി, അതായത് S2വിന്റെ അവസാന സമയത്തോടു കൂടിയായിരിക്കും, ഫസ്റ്റ് ഇയറിന്റെ അവസാന സമയത്തോടു കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആ ഒരു നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഫോളോയിങ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഇന്റർ കോളേജ് ട്രാൻസ്ഫർ. അപ്പോൾ ഏതൊക്കെ ആണ് NRIക്കാർ എലിജിബിൾ അല്ല? ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനികൾ, മാനേജ്മെന്റ് കോട്ടയിലെ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ആരും തന്നെ ഇതിന് എലിജിബിൾ അല്ല. ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കേണ്ട, ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചേർന്നു എലിജിബിൾ ആണോ? അല്ല. ദെൻ ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൽ പഠിക്കുന്ന കുട്ടികളും എലിജിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദെൻ എനി അതർ കാറ്റഗറി വിച്ച് ആർ ഇൻഎലിജിബിൾ ആസ് പെർ ദി കണ്ടീഷൻ ഫോർ അഡ്മിഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് ബാക്കി അവരുടെ നോട്ടിഫിക്കേഷൻസ് നോക്കിയിട്ടാണ്, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഓക്കെ, നോക്കുക. ഇന്റർ കോളേജ് ട്രാൻസ്ഫർ ഷാൾ ബി ആപ്ലിക്കബിൾ ഓൺലി ഫോർ റെഗുലർ ബിടെക് സ്റ്റുഡൻസ്. അപ്പോൾ റെഗുലർ ആയിട്ടും അല്ലാതെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അതിൽ റെഗുലർക്ക് മാത്രമാണ് ബിടെക്കിന്റെ കേസിൽ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഷാൾ ബി പെർമിറ്റഡ് ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദി തേർഡ് സെമസ്റ്റർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയർ S2 കഴിഞ്ഞിട്ട് തേർഡ് സെമസ്റ്ററിന്റെ മുമ്പുള്ള പീരീഡിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ KTUവിന്റെ അണ്ടറിൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. ദെൻ വിത്തിൻ ദി സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് ദി കോളേജ്, അതായത് നമ്മുടെ ഈ ഇന്റർ കോളേജ് ട്രാൻസ്ഫർ മീൻസ് അത് വരുമ്പോൾ തന്നെ അത് പെർമിറ്റഡ് ആയിട്ടുള്ളത് എപ്പോഴാണ്? എഫക്റ്റഡ് വിത്തിൻ ദി സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് ദി കോളേജ്. ഓൾറെഡി നമ്മുടെ കോളേജിൽ ഓരോ സ്ട്രെങ്ത് ഉണ്ടാവും, ബാച്ച് സ്ട്രെങ്ത് ഉണ്ടാവും. അതിനനുസരിച്ച് വരുന്ന വേക്കൻസികളുടെ ഉള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകളിൽ ഇതെന്താണ്? ഇത് പെർമിറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഗവൺമെന്റ് എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ടു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലും ഇത് അലൗഡ് ആണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മാനേജ്മെന്റ് കോട്ടയിലെ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്നവരാണ് എങ്കിൽ, മാനേജ്മെന്റ് കോട്ടയിൽ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ പറ്റില്ല. അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് നോക്കുക, ഇത് പെർമിറ്റഡ് ആയിട്ടുള്ളത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ബിറ്റ്വീൻ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഓർ എയ്ഡഡ് ടു എയ്ഡഡ് ആ രീതിയിലാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ബിറ്റ്വീൻ പറ്റും. ദെൻ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ നിന്ന് ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിന്നും എങ്ങോട്ടേക്ക്? ടു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും പറ്റും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമന്റ് ചെയ്താൽ മതി, ഇതിന്റെ കംപ്ലീറ്റ് PDF നിങ്ങൾക്ക് അയച്ചു തരാം. ദെൻ സോ പ്രീ കണ്ടീഷൻ ഷുഡ് ബി സ്റ്റിമുലേറ്റഡ് ബൈ ദി മാനേജ്മെന്റ് അതോറിറ്റീസ് ഓഫ് എഫക്റ്റിംഗ് ട്രാൻസ്ഫർ. അതായത് ഫൈനൽ അതോറിറ്റി, ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോളേജ് അതോറിറ്റിയാണ്. ആദ്യം നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കുക. ദെൻ അതിന്റെ പ്രൊസീഡിംഗിലേക്ക് കടക്കുമ്പോൾ അതോറിറ്റിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ഇന്റർ കോളേജ് ട്രാൻസ്ഫർ വിൽ ബി ഇഷ്യൂഡ് ബൈ ദി യൂണിവേഴ്സിറ്റി ഡ്യൂറിംഗ് ദി സെക്കൻഡ് സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്ററിന്റെ അവസാനം, സാധാരണ സെക്കൻഡ് സെമസ്റ്ററിന്റെ അവസാനമാണ് അത് വരുന്നത്. Then transfer of students from one college to another shall be purely based on the CGPA obtained in the first semester with all the credits aimed for the S1. S1ൽ നിങ്ങൾ എല്ലാ ക്രെഡിറ്റ്സും സപ്ലൈ ചെയ്യാനേ പാടില്ല, എല്ലാ ക്രെഡിറ്റ്സും നൽകിയിരിക്കണം. അതുപോലെ നിങ്ങളുടെ മിനിമം CGPA എന്ന് പറയുന്നത് 6.5 ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ബ്രോക്കൺ ബൈ ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ദി S1 മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ടേക്കൻ ഇൻ ദാറ്റ് ഓർഡർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്സിനാണ്. ദെൻ ഫോളോഡ് ബൈ ഫിസിക്സ് കെമിസ്ട്രി. ഓക്കെ, ദെൻ കാൻഡിഡേറ്റ് ഷുഡ് ഫുൾഫിൽ ദ അക്കാദമിക് എലിജിബിലിറ്റി റിക്വയർഡ് ഫോർ ദ പ്രൊമോഷൻ ടു തേർഡ് സെമസ്റ്റർ. അതായത് S2വിൽ നിന്ന് തേർഡ് സെമസ്റ്റർ S3ലേക്ക് പോകാനുള്ള പ്രൊമോഷണൽ റിക്വയർമെന്റ്സും നിങ്ങൾക്ക് വേണം. സ്റ്റുഡന്റ് വിൽ ഹാവ് ഓൺലി വൺ ഓപ്ഷൻ ഓഫ് ദി കോളേജസ് ഫോർ ടു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ദ പ്രിസ്ക്രൈബ്ഡ് റെക്കമെൻഡ്. ഓക്കെ, അതെന്തായാലും ഒരേ ഒരു കോളേജിലേക്കാണ് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ. സോ അത് നമ്മൾ നേരത്തെ അലോട്ട്മെന്റ് വെച്ച പോലെ ആയിരിക്കില്ല എന്ന് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ദ സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൾ റിമിറ്റ് എ റീഫണ്ട് ഓഫ് 3,000 വിത്തിൻ ദ സ്റ്റിമുലേറ്റഡ് ഡേറ്റ്. അതായത് ഇവിടെ അടച്ചിട്ടുള്ള അല്ലാത്ത ഫീസ് ഉണ്ടല്ലോ 3,000, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി ദ ഫൈനൽ and binding on the applicant. No student will be permitted under any circumstances to refuse the change of college on offer. അതായത് നിങ്ങൾ ഇനി മറ്റതുപോലെയൊക്കെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തു കിട്ടിയിട്ട് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പരിപാടിയേ ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എലിജിബിൾ ആണോ ആസ് പെർ ക്രൈറ്റീരിയ നോക്കുക, എന്നിട്ട് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ നോക്കുക.
ദെൻ അത് റിസൾട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം വെച്ച് ഓക്കെ ആണ് എങ്കിൽ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കോളേജ് അതോറിറ്റിയുമായി ബന്ധപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുക, താല്പര്യമുള്ള എല്ലാ സ്റ്റുഡൻസും കോളേജ് ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കോളേജ് ആയിരിക്കണം. ഓൺസ് ഇറ്റ് ഈസ് ഗെറ്റ്, ഇറ്റ് ഈസ് റെഫ്യൂസസ് ടു ഓഫർ. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.